2026 നിയമസഭാ ഫലം വന്നിട്ട് ഇന്ന് 10 ദിവസം പൂർത്തിയാകുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തത് പ്രവർത്തകർക്കെതിരെ വലിയ ആശങ്കയും അല്ലെങ്കിൽ വലിയ അസ്വസ്ഥതകളുമാണ് സൃഷ്ടിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളടക്കം ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതാക്കന്മാരെയും വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകൾ, അതോടൊപ്പം തന്നെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ വരെ ഗ്രൂപ്പ് തിരിഞ്ഞ് അല്ലെങ്കിൽ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന കാഴ്ചയും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത. വയനാട്ടിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള കാരശ്ശേരിയിലും ഈ പോസ്റ്റർ വന്നിരിക്കുകയാണ്. KC നിങ്ങളുടെ പെട്ടിപിടുത്തക്കാരനായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അയാളെ വേണ്ട, വയനാട് അടുത്ത അമേഠിയായി മാറും തുടങ്ങിയവയാണ് പോസ്റ്ററിലെ വരികൾ. മലയാളത്തിലും ഇംഗ്ലീഷിലും പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധി AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണെന്നും ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടിയാണ് KC മത്സരിക്കാതെ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശ്രമിക്കുന്നത് എന്നുമാണ് ഒരു വിഭാഗം പ്രവർത്തകന്മാർ പറയുന്നത്. അവരുടെ പ്രതിഷേധമാണ് അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും സ്ഥാപിച്ച് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും മെയിലിലേക്ക് 100 കണക്കിന് 1000 മെയിലുകളാണ് ദിനംപ്രതി എത്തുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പോരാളികളെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ ചേരി തിരിഞ്ഞ പരസ്പരം ചെളി വാരി എറിയുന്നതിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യത്തിന് എത്രയും വേഗത്തിൽ ഒരു ഉത്തരം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പോസ്റ്റർ യുദ്ധം ഇനി തെരുവിലേക്ക് ഇറങ്ങും. അണികൾ ചേരി തിരിഞ്ഞ് തങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. എന്തായാലും കാര്യങ്ങൾ അത്രത്തോളം വഷളാക്കാൻ ഇനി കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല. ഘടകകക്ഷികളും കടുത്ത അതൃപ്തിയിലാണ്. RSPയും മുസ്ലിം ലീഗ് അടക്കമുള്ളവർ തങ്ങളുടെ അതൃപ്തി ഇതിനകം തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച സാംസ്കാരിക നായകന്മാർ അടക്കം മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന തങ്ങളുടെ അതൃപ്തി വ്യക്തമാക്കുന്നു. MN കാരശ്ശേരിയെ പോലെ, കൽപ്പറ്റ നാരായണനെ പോലെ കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരസ്യമായും രഹസ്യമായും പ്രചരണം നടത്തിയ ആളുകളെല്ലാം ഇത്തരത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി രംഗത്തിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് കൃത്യമായി തങ്ങളുടെ നിലപാട് ദേശീയ നേതൃത്വത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. RSP നേതാവ് പ്രേമചന്ദ്രൻ സ്വകാര്യ ചാനലിൽ അടക്കം തന്റെ പാർട്ടിയുടെ RSPയുടെ നിലപാട് തുറന്നടിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ വികാരം ഇത്തരത്തിൽ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിന്റെ മുന്നോടിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ അടക്കം ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിക്കുന്നത്. KC വേണുഗോപാലിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ, മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. അവരെല്ലാം കൃത്യമായി തങ്ങളുടെ അഭിപ്രായം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ദേശീയ നേതൃത്വം തീരുമാനമെടുത്താൽ ആരെ പ്രഖ്യാപിച്ചാലും അത് അംഗീകരിക്കുക എന്ന് തന്നെയാണ് ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കടമയും കർത്തവ്യവും. അത് പക്ഷേ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ആ ഉത്തരവാദിത്തം പാർട്ടി പ്രവർത്തകർ നിറവേറ്റുമോ എന്നത് കണ്ടറിയണം. കാരണം നേരത്തെ VD സതീശന് വേണ്ടി വ്യാപകമായി തെരുവുകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ, VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം ആവശ്യപ്പെട്ട് വലിയ പ്രകടനം നടത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി KC മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ VD സതീശന് മുഖ്യമന്ത്രി പദം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിന് കേരളം സാക്ഷിയാകും. ഇപ്പോൾ തന്നെ ഈ പോസ്റ്റർ യുദ്ധം ഇനി തെരുവിലേക്ക് വ്യാപിപ്പിക്കുമോ എന്നൊരാശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഹൈക്കമാൻഡ് എടുക്കുന്ന അന്തിമ തീരുമാനം എന്താണെന്ന് നമുക്ക് എന്തായാലും അത് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറികൾക്ക് വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ MLA-മാരുടെ പിന്തുണ, ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ KC വേണുഗോപാലിനാണ്. MLA-മാരുടെ പിന്തുണ മറികടന്ന VD സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് പുതിയ ധ്രുവീകരണത്തിനും വലിയ പൊട്ടിത്തെറികൾക്കും ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറിച്ച് KC വേണുഗോപാലിനെ മാറ്റി നിർത്തി VD സതീശനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ അതും വലിയ പ്രതിഷേധങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും പാർട്ടിക്കകത്ത് കാരണമാകും. പാർട്ടിക്കകത്ത് മാത്രമല്ല, തെരുവ് അടക്കം വലിയ പ്രതിഷേധത്തിന് കളമൊരുങ്ങുമെന്ന കാര്യത്തിലും തർക്കമില്ല.